ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു വചനമായാലോ? ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. എന്താ നമുക്ക് നോക്കാം. യേശു ക്രിസ്തു മാത്രമാണ് വീണ്ടും ജനനം എങ്ങനെ ഒരാളിൽ സംഭവിക്കും എന്ന് വ്യക്തമാക്കിയ ഏക ഗുരു. ഭൂമിയിൽ വെച്ചുള്ള ദൈവരാജ്യം അനുഭവിക്കുന്നത് ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ തൻ്റെ ഭരണകർത്താവായി സ്വീകരിച്ച് പാപരഹിതമായ ജീവിതം നയിക്കുന്നതാണ്. ഇത് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിനെ ഒരാൾ സ്വീകരിക്കുമ്പോഴാണ്. ജലത്താൽ ആത്മാവിനാൽ ജനിക്കുക എന്നത് അർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ജനിക്കുക എന്നതാണ്. അഗ്നിയാലും ആത്മാവിനാലും എന്ന് മറ്റൊരു സ്ഥലത്ത് നാം വായിക്കുന്നു. ജലത്തിലോ അഗ്നിയിലോ പ്രവേശിച്ച് ജനിക്കണമെന്നല്ല അതിനർത്ഥം. കാരണം അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് പുറത്തു വന്നാലും മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസം തന്നെ. ജലം കൊണ്ടോ അഗ്നി കൊണ്ടോ ശരീരത്തിലെ മാലിന്യത്തിൻ്റെ നിർമ്മാർജ്ജനമല്ല, മറിച്ച് ശുദ്ധമായ മനസാക്ഷിയുടെ പ്രേരണയോടെ പൂർണ്ണമായി സഹകരിച്ച് പാപരഹിത ജീവിതം നയിക്കുന്നവരെയാണ് വീണ്ടും ജനിച്ചവരെന്ന് പുതിയ നിയമം വിളിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്